കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെന്റൽ ക്ലിനിക്കിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. ആളപായമില്ല. കഴിഞ്ഞ ദിവസം അപകടാവസ്ഥയിലായ മതിലിന്റെ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവസ്ഥലത്ത് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ അപകടം മുന്നറിയിപ്പ് നൽകുന്ന വിധത്തിൽ നമ്മൾ വാർത്ത നൽകിയത്. ഇപ്പോൾ നമ്മുടെ വാർത്ത ശരിവെക്കുന്നത് പോലെ തന്നെ അവിടെ ആ മതിൽ ഇടിഞ്ഞു വീണിരിക്കുന്നു. വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ മെഡിക്കൽ കോളേജിന്റെ ഡെന്റൽ ക്ലിനിക്കിനോട് ചേർന്നുള്ള മതിലാണ് അല്പസമയം മുൻപ് ഇടിഞ്ഞു വീണത്. പ്രധാനമായും ഇത് അതായത് ഈ 5 ജില്ലകളിൽ നിന്ന് വരുന്ന യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴി, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെയാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെയും പാർക്ക് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പാർക്കിംഗ് ബോർഡോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ജനം TV വാർത്ത നൽകിയിരുന്നു. ഇവിടെ ഒരു കാറിന്റെ മുകളിലേക്കാണ് ഈ മതിലിന്റെ കല്ലിന്റെ അവശിഷ്ടങ്ങൾ വീണത്. നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കാറ് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് ചില്ലുണ്ടായിരുന്നത്. എന്തായാലും ഇത് കണ്ടു നിന്നൊരു ദൃക്സാക്ഷി ഇപ്പോൾ നമ്മളോടുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? 2 കാറുണ്ടായി ഇവിടെ. ആ 2 കാറിന്റെ മുകളിൽ കല്ല് വീണ. 2 കാറും നല്ല പരിക്കാണ്. ഇത്രയും യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ മെയിൻ റോഡല്ല, ഹോസ്പിറ്റലിലേക്കുള്ള മെയിൻ റോഡാണ്. ഈ ഹോസ്പിറ്റൽ അധികൃതർ ഇത് നേരാക്കാനോ ഒന്നും തന്നെ ഇതുവരെ എല്ലാവരും വന്നിട്ടില്ല. നമ്മൾ കുറേ പരാതി കൊടുത്തതാ. അപ്പോൾ ഇന്ന് കുട്ടികൾ പോണ വഴിയാണ്, സ്കൂളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. നമ്മളിവിടെ വണ്ടി വെക്കണ്ടെന്ന് പറയലുണ്ട്. നമ്മളിവിടെ ഉണ്ട്. ഞാനന്നേരം അവിടെ ഉണ്ട്. അപ്പോഴും ഒരു വണ്ടി വെച്ച് അവിടെ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയി. അതിന് 2 വണ്ടിയുടെ ഉള്ളിൽ പോയി. ഈ 2 വണ്ടിയിൽ വണ്ടി നിർത്തി പുറത്തേക്ക് പോയി അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് വീട് വയ്ക്കും. 2 വണ്ടി നമ്മളാ കഴിച്ചായി കൊടുത്തു. ഒരു നിരന്തരമായ പരാതി നൽകിയിട്ടും ഇത് ശരിയാക്കുന്നില്ല എന്നത് വലിയ ദുരിതമല്ലേ ജനങ്ങൾക്ക്? നിലിമ, ഇവർ പറയുന്നത് പോലെ നിരന്തരം ഇവിടുത്തെ ആളുകൾ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അത് കണ്ടു നിന്ന ഒരു ദൃക്സാക്ഷിയാണ് ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ചത്. നിലിമ, 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ വാഹനത്തിന് മുകളിലേക്കാണ് ഈ കല്ല് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞു വീണത്. ആളപായം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്ത്, അതായത് നിരവധി വാഹനങ്ങൾ, ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട്. അത്തരത്തിൽ വലിയൊരു ആൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിഞ്ഞുപോയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് രാത്രി സമയമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ആ ദൃക്സാക്ഷി പറഞ്ഞത്. പക്ഷേ ഈ മതിലിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള അപകടം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ പ്രശ്നത്തിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല നീലിമ. നിരവധി തവണ ഇവർ ബന്ധപ്പെട്ട അധികൃതർക്ക്, മെഡിക്കൽ കോളേജ് അധികാരികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പാർക്ക് ചെയ്ത 2 വാഹനമാണ് ഇവിടെ നിർത്തിയിട്ടത്. അതുകൊണ്ട് തന്നെ അതിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തലനാരിഴയ്ക്ക് ആ അപകടത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ നീലിമ.